Hello students, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്ങിന്റെ അടുത്ത സെക്ഷനാണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്ങിന്റെ മീനിങ്ങും ഡെഫിനേഷനും അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അതിന്റെ തുടർച്ചയായ മെത്തേഡ്സ് ഓർ അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. നമുക്ക് ഇന്നത്തെ മെത്തേഡ് നമുക്കൊന്ന് നോക്കിയാലോ. ഏതൊക്കെയാണെന്ന് മെത്തേഡ് ഓർ അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ വാല്യുവേഷൻ നമുക്ക് അത്യാവശ്യമാണെന്ന് നമ്മൾ പഠിച്ചു. ഹ്യൂമൻ വാല്യുവേഷൻ നടത്തണം, അത് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം എന്നൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് എന്നുള്ള ഒരു ശാഖ വരാൻ തന്നെ കാരണം ആയത് എന്ന് നമുക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഹ്യൂമൻ അസറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്? അതിനുള്ള മെത്തേഡ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മെത്തേഡ്സ് അല്ലെങ്കിൽ അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്. ബേസിക്കലി രണ്ട് അപ്രോച്ചാണ് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്ങിലുള്ളത്. ഒന്ന് കോസ്റ്റ് ബേസ്ഡ് അപ്രോച്ചും രണ്ട് ഇക്കണോമിക് വാല്യൂ ബേസ്ഡ് അപ്രോച്ചുമാണ്. ഓക്കെ, ഫസ്റ്റ് വൺ കോസ്റ്റ് ബേസ്ഡ് അപ്രോച്ച്, സെക്കൻഡ് വൺ ഇക്കണോമിക് വാല്യൂ ബേസ്ഡ് അപ്രോച്ച് ആണ് ഉള്ളത്. അതില് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കോസ്റ്റ് ബേസ്ഡ് അപ്രോച്ചിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതില് ഫസ്റ്റ് അപ്രോച്ച് ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ച്. ഓക്കെ, എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ച് ആണ് ഫസ്റ്റ് അപ്രോച്ച്. ഓക്കെ, ഈ അപ്രോച്ചില് നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇൻകർ ചെയ്തത് നടന്ന കോസ്റ്റ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് നമ്മളിവിടെ ഈ ഫസ്റ്റ് അപ്രോച്ച് ആയിട്ട് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണെന്ന് നമുക്ക് നോക്കാം ആദ്യം. ഓക്കെ, ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ WC പയൽ ആൻഡ് ഹിസ് അസോസിയേറ്റ്സ് ഇൻ 1967. ഓക്കെ, അപ്പോ ആരാണ് ഇത് ഡെവലപ്പ് ചെയ്തത്? WC പയൽ ആൻഡ് ഹിസ് അസോസിയേറ്റ്സ്. അവര് USA ഒരു കമ്പനിയില് ആണത് ഡെവലപ്പ് ചെയ്തത്. 1967 ഇത് ഈ മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്. ഈ മെത്തേഡില് എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സസിന്റെ വാല്യൂ കണ്ടുപിടിക്കാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് ദ ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് ഓൺ റിക്രൂട്ടിംഗ്, സെലക്ടിംഗ്, ട്രെയിനിങ്, പ്ലേസിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ദ ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ are capitalized and written off over the expected useful life of human resource. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേക്കണേ നോക്കൂ. ഈ അപ്രോച്ച് പ്രകാരം നമുക്ക് ഇൻകർ ചെയ്ത നമ്മുടെ സ്ഥാപനത്തിന് ഇൻകർ ചെയ്തിട്ടുള്ള എന്തുമായി ബന്ധപ്പെട്ട കോസ്റ്റുകള്? റിക്രൂട്ടിംഗ്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സസുമായി ബന്ധപ്പെട്ട കോസ്റ്റുകൾ. അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കോസ്റ്റുകളാന്ന് പറയുന്നുണ്ട്? റിക്രൂട്ടിംഗ്, സെലക്ടിംഗ്, ട്രെയിനിങ്, പ്ലേസിംഗ് ആൻഡ് ഡെവലപ്പിംഗ് കോസ്റ്റുകൾ. അത് ആക്ച്വലി എത്ര വന്നു, ആ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം. നമ്മുടെ സ്ഥാപനത്തിൽ വന്ന ആക്ച്വൽ കോസ്റ്റ് ഫോർ റിക്രൂട്ടിംഗ്, സെലക്ടിംഗ് എക്സെട്ര ആരുടെ ഓഫ് ഹ്യൂമൻ റിസോഴ്സസിന്റെ അത് നമ്മൾ ഫുൾ എമൗണ്ടും എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം. എന്നിട്ടോ റിട്ടേൺ ഓഫ് ഓവർ ദ എക്സ്പെക്ടഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സസ്. എത്ര കൊല്ലം കൊണ്ട് അത് റൈറ്റ് ഓഫ് ചെയ്ത് കളയണം എന്നാണ്? എത്ര കാലമാണോ ഹ്യൂമൻ റിസോഴ്സസിന്റെ ലൈഫ് ഉള്ളത് അത്ര കാലം കൊണ്ട് അതെന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്ത് കളയാനാണ് പറഞ്ഞേക്കണം. അതായത് നമ്മൾ സാധാരണ ഒരു അസറ്റ് എങ്ങനെയാ ചെയ്യാറുള്ളത്? നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോട്ടൽ പർച്ചേസ്ഡ് കോസ്റ്റ് എത്രയാണ്? ഇപ്പൊ പ്ലാന്റ് പർച്ചേസ് ചെയ്തു 10 ലക്ഷം രൂപയ്ക്ക് എങ്കിൽ ആ 10 ലക്ഷം രൂപ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എന്തായിട്ട് കാണിക്കും? പ്ലാന്റ് എന്നുള്ള പേരിൽ കാണിക്കും. അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസിന് വേണ്ടിയിട്ട് നമ്മളൊരു 1 lakh rupees ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ആ 1 lakh rupees നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. ഓക്കെ, വാല്യൂ ഓഫ് ഹ്യൂമൻ അസറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കും. എന്നിട്ട് കൊല്ലവും അതെന്ന് എന്ത് ചെയ്യും? കുറേശ്ശെ എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യും. എങ്ങനെയാ റൈറ്റ് ഓഫ് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കൊല്ലവും അതായത് ലൈഫ് ടൈം കഴിയണവരെ ആ സമയത്തിന്റെ ഉള്ളിൽ അത് റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിരിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കി ഇപ്പൊ നമുക്ക് സപ്പോസ് 46 വയസ്സുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ച, എംപ്ലോയി ആണെന്ന് വിചാരിച്ച, 46 years ഉള്ള ഒരു എംപ്ലോയി. ആ എംപ്ലോയിയുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി നമ്മൾ 1 lakh rupees ചെലവാക്കി എന്ന് വിചാരിച്ചോ.
ഓക്കെ, എത്രയാണ് 1 lakh rupees ചെലവാക്കി എന്ന് വിചാരിക്കാം. ഓക്കെ, എത്രയാണ് കൊല്ലം വരെയാന്ന് നോക്കാം. 56 വയസ്സിലാണ് അയാൾ റിട്ടയർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, 56 വയസ്സിലാണ് റിട്ടയർ ചെയ്യണമെങ്കിൽ 10 വർഷമല്ലേ അയാളുടെ കാലാവധി. ലൈഫ് ടൈം എന്ന് പറയുന്നത്, ഓർഗനൈസേഷനിലുള്ള ലൈഫ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 10 വർഷമാണ്. അപ്പോൾ ഈ 10 വർഷം കൊണ്ട് ഇത് റൈറ്റ് ഓഫ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തം ചെലവാക്കിയ 1 lakh rupees നമ്മൾ അസറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഹ്യൂമൻ അസറ്റ്, വാല്യൂ ഓഫ് ഹ്യൂമൻ അസറ്റ് ആയിട്ട് കണക്കാക്കി ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് ഓരോ കൊല്ലവും അത് 10 കൊല്ലം കൊണ്ട് ഈ 1 lakh നമുക്ക് റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. അപ്പോൾ ഓരോ കൊല്ലം നമ്മൾ എത്ര രൂപ P&L മാറ്റണം? 1 lakh divided by 10, അതായത് 10,000 rupees ഓരോ കൊല്ലവും നമ്മൾ P&L ട്രാൻസ്ഫർ ചെയ്യണം, റൈറ്റ് ഓഫ് ചെയ്യണം. മനസ്സിലായോ? ഇങ്ങനെ അപ്പോൾ 1 lakh rupees നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതും. അസറ്റ് ആയിട്ട് എഴുതണം. ഓരോ കൊല്ലവും അതിന് 10,000 ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? P&L റൈറ്റ് ഓഫ് ചെയ്യുന്നു. മനസ്സിലാവുണ്ടോ? P&L അക്കൗണ്ടിൽ നമ്മൾ എഴുതും. ഓക്കെ, നമ്മൾ സാധാരണ ഡിപ്രീസിയേഷൻ ഒക്കെ എഴുതല്ലേ, പ്രിലിമിനറി എക്സ്പെൻസസ് ഒക്കെ റൈറ്റ് ഓഫ് ചെയ്യില്ലേ, അതേപോലെ തന്നെ ഇതും എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് ഫസ്റ്റ് അപ്രോച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദ പ്രൊസീജിയർ ഫോളോഡ് ഫോർ ഹ്യൂമൻ റിസോഴ്സസ് അസറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് അതർ ഫിസിക്കൽ അസറ്റ്സ് എന്ന് പറയുന്നത്. കണ്ടോ, മറ്റുള്ള ഫിസിക്കൽ അസറ്റ് നമ്മൾ എങ്ങനെ ചെയ്യുന്നുവോ അതേപോലെ തന്നെ അതേ പ്രൊസീജിയർ തന്നെ ഹ്യൂമൻ റിസോഴ്സസ് അസറ്റിന് നമ്മൾ കൊടുക്കണം എന്നാണ് ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ചിൽ നമ്മുടെ പയൽ പറയുന്നത്, WC പയൽ പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഫസ്റ്റ് അപ്രോച്ച്. ഇനി നമുക്ക് സെക്കൻഡ് അപ്രോച്ചിലേക്ക് പോവാം. ഇനി സെക്കൻഡ് അപ്രോച്ച് എന്താണെന്ന് നോക്കാം. റീപ്ലേസ്മെന്റ് കോസ്റ്റ് അപ്രോച്ച് ആണ് സെക്കൻഡ് വൺ. ഈ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് റെൻസിസ് ലിക്കർട്ടും എറിക് ഫ്ലെയിംഹോട്സും കൂടി ചേർന്നിട്ടാണ്. ഓക്കെ, രണ്ടാമത്തെ അപ്രോച്ചായ റീപ്ലേസ്മെന്റ് കോസ്റ്റ് അപ്രോച്ച്. പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും, റീപ്ലേസ്മെന്റ് കോസ്റ്റ്, മാറ്റി പുതിയ ആളെ നിയമിക്കാൻ വേണ്ടി വരുന്ന ചെലവ്. അപ്പോൾ വാട്ട് ഈസ് ഇറ്റ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. കണ്ടോ, ഹ്യൂമൻ റിസോഴ്സസ് ആർ വാല്യൂഡ് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ഓഫ് റീപ്ലേസിംഗ് എംപ്ലോയി. കണ്ടോ, അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് ഹ്യൂമൻ റിസോഴ്സസിനെ എങ്ങനെ വാല്യൂ ചെയ്യുന്നു പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സസ് ആർ വാല്യൂഡ് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ഓഫ് റീപ്ലേസിംഗ് എംപ്ലോയീസ്. കണ്ടോ, ഇറ്റ് മീൻസ് ദ കോസ്റ്റ് ദാറ്റ് the firm will have to incur in replacing the present employees with the new employees of the equal efficiency and experience. കണ്ടോ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ ഈ പ്രസന്റ് എംപ്ലോയീസിനെ മാറ്റി ആ സ്ഥാനത്ത് ഈക്വൽ എഫിഷ്യൻസി ആൻഡ് എക്സ്പീരിയൻസ് ഉള്ള പുതിയ എംപ്ലോയിനെ കൊണ്ടുവരികയാണെങ്കിൽ ഫേമിന് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് എത്രയാണോ ആ കോസ്റ്റ് ആണ് നമ്മുടെ വാല്യൂ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്നാണ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് അപ്രോച്ചില് റെൻസിസ് ലിക്കർട്ടും എറിക് ഫ്ലെയിംഹോട്സും പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ്, അതായത് പുതിയ ഒരു എംപ്ലോയിനെ ഈക്വൽ എഫിഷ്യൻസി എക്സ്പീരിയൻസ് ഉള്ള ഒരു എംപ്ലോയിനെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ എത്ര ചെലവാകും, അതാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിന്റെ വാല്യൂ. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്താ? പുതിയ ഒരാളെ കൊണ്ടുവരികയാണെങ്കിൽ ഇൻകർ ചെയ്യുന്ന വില. അപ്പൊ എല്ലാ കൊല്ലവും നമ്മൾ പ്രസന്റിലേക്ക് അതിന്റെ വാല്യൂവിനെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലെ ആക്ച്വലി ഇൻകർ ചെയ്ത വിലയാണ് നമ്മൾ കാണിക്കുന്നത് എങ്കിൽ ഇവിടെ പ്രസന്റ് വർത്താണ് കാണിക്കുന്നത്. അതാണ് അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. എന്തിനേക്കാട്ടിലും ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡിനെക്കാട്ടിലും. ഇനി റീപ്ലേസ്മെന്റ് കോസ്റ്റ് മെത്തേഡിന് രണ്ട് ടൈപ്പ് ഉണ്ട്. നോക്കിയാൽ റീപ്ലേസ്മെന്റ് കോസ്റ്റ് മേ ബി 2 ടൈപ്പ്. ഏതൊക്കെയാണ് 2 ടൈപ്പ് നോക്കിയാൽ? ഒന്ന് പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് കോസ്റ്റ്, രണ്ടാമത്തെ പൊസിഷണൽ റീപ്ലേസ്മെന്റ് കോസ്റ്റ്. അപ്പൊ 2 തരം കോസ്റ്റ് ആണുള്ളത്. ഒന്ന് പേഴ്സണൽ അഥവാ ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് കോസ്റ്റ്, അതായത് അതെന്താന്ന് പറയുന്നുണ്ട്? കോസ്റ്റ് ടു ബി ഇൻകേർഡ് ടു റീപ്ലേസ് ആൻ ഇൻഡിവിജ്വൽ, കണ്ടോ, വിത്ത് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഹാവിംഗ് ദ സെയിം ടാലന്റ് ആൻഡ് എക്സ്പീരിയൻസ്. കണ്ടോ, സെയിം ടാലന്റ് ആൻഡ് എക്സ്പീരിയൻസ് ഉള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ടുവരാൻ. ഓക്കെ, അപ്പൊ വ്യക്തിക്കാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഞാനാണ് ഒരു എംപ്ലോയി എങ്കിൽ എനിക്ക് പകരം എന്റെ അതേ ടാലന്റും അതേ എക്സ്പീരിയൻസും ഉള്ള വേറൊരു വ്യക്തിയെ കൊണ്ടുവരാൻ നമ്മുടെ സ്ഥാപനത്തിന് എത്ര ചെലവാകുമോ അതാണ് ഹ്യൂമൻ റിസോഴ്സസിന്റെ വാല്യൂ എന്നാണ്
ഫസ്റ്റ് മെത്തേഡിൽ റിപ്ലേസ്മെന്റ് ഇൻഡിവിജ്വൽ റിപ്ലേസ്മെന്റ് കോസ്റ്റ് മെത്തേഡിൽ നമ്മൾ പറയുന്നത്. ഈ രണ്ടാമത്തെ ഇതിൽ നോക്കിയേ, അതിലെന്താ വ്യത്യാസം നമുക്കറിയണ്ടേ? പൊസിഷണൽ റിപ്ലേസ്മെന്റ് കോസ്റ്റ് ആണ് അവിടെ പറയുന്നത്. ഇവിടെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, ഓക്കെ, അപ്പോൾ പൊസിഷനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേ കേപ്പബിലിറ്റിയും എക്സ്പീരിയൻസും ഉള്ള പുതിയൊരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചെലവാണ്. ദ കോസ്റ്റ് ഓഫ് റീപ്ലേസിംഗ് ദ എംപ്ലോയി വിത്ത് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഹാവിംഗ് ദ ഈക്വൽ കേപ്പബിലിറ്റി ആൻഡ് എക്സ്പീരിയൻസ് ഫോർ എ പർട്ടിക്കുലർ പൊസിഷൻ. കണ്ടോ, ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള കേപ്പബിലിറ്റിയും എക്സ്പീരിയൻസും ഉള്ള ഒരു വ്യക്തിയെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻകർ ചെയ്യുന്ന ചെലവ്. അതാണ് വാല്യൂ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് എന്നാണ് സെക്കൻഡ് മെത്തേഡിൽ പറയുന്നത്. അപ്പൊ രണ്ട് മെത്തേഡ് ഒക്കെ ആയല്ലോ. ഈ രണ്ട് മെത്തേഡും എന്താണെന്ന് പറയാൻ നമുക്ക് സെക്കൻഡ് മെത്തേഡാണ് കൂടുതൽ റിയലിസ്റ്റിക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അഥവാ ഈ അപ്രോച്ച് മൊത്തത്തില് റിയലിസ്റ്റിക് അപ്രോച്ച് ആണ് ആസ് കമ്പയർഡ് വിത്ത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ച് എന്ന് പറയാം നമുക്ക്. ഓക്കെ, അതുപോലെ തന്നെ ഇതില് ലോജിക്കൽ ആൻഡ് മോർ റെപ്രസെന്റേറ്റീവ് എന്നൊക്കെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഈ അപ്രോച്ചിനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, സെക്കൻഡ് അപ്രോച്ച് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് തേർഡ് അപ്രോച്ചിലേക്ക് പോവാം. ഇനി നമുക്ക് മൂന്നാമത്തെ അപ്രോച്ച് നോക്കിയാലോ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അപ്രോച്ച്. ഓക്കെ, കോസ്റ്റ് അപ്രോച്ചിലെ മൂന്നാമത്തെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അപ്രോച്ച്. ഈ അപ്രോച്ച് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് JS ഹെക്കിമാനും CH ജോനസ്, ഇത് രണ്ടുപേരും കൂടിയിട്ടാണ്. 1967 ഈ അപ്രോച്ചും വന്നിരിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ അപ്രോച്ചും 1967 തന്നെയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ അപ്രോച്ചിൽ എന്താ പറയണമെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സസിനെ വാല്യൂ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഇക്കണോമിക് കോൺസെപ്റ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. കണ്ടോ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിനെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് കോസ്റ്റ് വെച്ചിട്ടല്ല ഇങ്ങോട്ട് പറയുന്നത്. എന്താണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വെച്ചിട്ടാണ് ഹ്യൂമൻ അസറ്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ആൻ അസറ്റ് വെൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് when there is an alternative use of it. കണ്ടോ, ഒരു അസറ്റിന് ഓൾട്ടർനേറ്റീവ് യൂസ് ഉണ്ടെങ്കിൽ അതിന് ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിന് നമ്മൾ കൊടുക്കുന്ന കോസ്റ്റ് ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അല്ലെങ്കിൽ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ ചെയ്തതിന്റെ എത്രയാണോ ഫോർഗോൺ ചെയ്തത് അതിന്റെ ആ എമൗണ്ട് ആണ് നമ്മൾ എന്തായിട്ട് പറയാം? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് പറയാം. അതായത് ഇവിടെ എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. കോസ്റ്റ് if alternative positions are available within the firm for a particular employee. കണ്ടോ, നമ്മുടെ എംപ്ലോയീസിന് ഓൾട്ടർനേറ്റീവ് പൊസിഷൻസ് അവൈലബിൾ ആണ് നമ്മുടെ സ്ഥാപനത്തിൽ എന്ന് വിചാരിക്കാം. ഓക്കെ, പല പൊസിഷൻസ്. ഇപ്പം ഞാനൊരു എംപ്ലോയി ആയിട്ട് കയറി ചെന്നാൽ എനിക്ക് 3-4 പൊസിഷനിൽ ഏതിൽ വേണമെങ്കിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉള്ള വ്യക്തിയാണെന്ന് ഞാൻ വിചാരിക്കാം. ദ മാനേജേഴ്സ് ഓഫ് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. കണ്ടോ, ഓരോ ഡിപ്പാർട്ട്മെന്റിലെ മാനേജേഴ്സും മേ ബിഡ് ഫോർ ഈച്ച് എംപ്ലോയി. കണ്ടോ, ഓരോ എംപ്ലോയിക്കും ഒരു ഓഫർ പ്രൈസ് ഫിക്സ് ചെയ്യും, ബിഡ് ഫിക്സ് ചെയ്യും ഫോർ ഈച്ച് എംപ്ലോയി ആൻഡ് ദ ഹയസ്റ്റ് ബിഡ് വുഡ് ബി ടേക്കൺ ആസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ദ എംപ്ലോയി. കണ്ടോ, അപ്പോൾ ഓരോ സെക്ഷനിലെ മാനേജേഴ്സും ആ സെക്ഷനിലെ ആ വ്യക്തിനെ ജോലിക്ക് ഇരുത്തി കഴിഞ്ഞാൽ ഇത്ര രൂപ എന്നുള്ള ഒരു ഓഫർ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാ മാനേജേഴ്സിൻ്റെയും ഓഫറിൽ ഏറ്റവും ഹയസ്റ്റ് ഓഫർ പ്രൈസ്, ബിഡ് പ്രൈസ് എത്രയാണോ ആ വിലയാണ് നമ്മൾ എന്തായിട്ട് എടുക്കാം? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ആൻ എംപ്ലോയി ആയിട്ട് എടുക്കാം. മനസ്സിലായോ? അങ്ങനെ അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ തരാൻ എന്ന് പറഞ്ഞേക്കണേ അതാണ് എൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അങ്ങനെ എല്ലാ എംപ്ലോയീസിൻ്റെയും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ ടോട്ടലാണ് അഗ്രിഗേറ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എംപ്ലോയീസ് ആണ് നമ്മുടെ എന്തായിട്ട് പറയുക? ടോട്ടൽ വാല്യൂ ഓഫ് ഹ്യൂമൻ അസറ്റ് ആയിട്ട് പറയാം. നമ്മുടെ സ്ഥാപനത്തിൽ ടോട്ടൽ വാല്യൂ ഓഫ് ഹ്യൂമൻ അസറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് മനസ്സിലായോ? ഇറ്റ് വുഡ് ബി ദ aggregate of the individual value of employees. അപ്പോൾ ഓരോ എംപ്ലോയീസിൻ്റെയും ഇൻഡിവിജ്വൽ വാല്യൂ കണ്ടുപിടിച്ച് അതെല്ലാം ടോട്ടൽ ചെയ്താൽ കിട്ടുന്നതാണ് ടോട്ടൽ വാല്യൂ ഓഫ് ഹ്യൂമൻ അസറ്റ്. അപ്പോൾ ഇൻഡിവിജ്വൽ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് മനസ്സിലായോ? ഒരു എംപ്ലോയിക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതാത് കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഇട്ടിരിക്കുന്ന വില അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അതിൽ ഏറ്റവും ഹയസ്റ്റ് വില ഏതെന്നാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട്
ആയിട്ട് പറയാം. മനസ്സിലായോ? അങ്ങനെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എല്ലാ എംപ്ലോയീസിൻ്റെയും കണ്ടുപിടിക്കുക നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉള്ളത്. എന്നിട്ട് എല്ലാം കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ വാല്യൂ ഓഫ് ഹ്യൂമൻ അസറ്റ് എന്ന് പറയുന്നത്. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അപ്രോച്ചിൽ പറഞ്ഞു തരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ അതെന്താന്ന് ഇനി നമുക്ക് നെക്സ്റ്റ് 4ാമത്തെ അപ്രോച്ച് നോക്കാം. ഇനി 4ാമത്തെ മോഡൽ എന്താണെന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് മോഡലാണ് 4th മോഡൽ. ഹ്യൂമൻ റിസോഴ്സസിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള 4th മോഡൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡാണ്. അതിൽ ഡേവിഡ് വാട്സൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ മോഡൽ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ മോഡലിൽ എന്താ പറയണേന്ന് നോക്കാം. ഇൻ ദിസ് അപ്രോച്ച് ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് റിക്രൂട്ടിംഗ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് അക്യുമുലേറ്റഡ് എവറി ഇയർ ഫോർ ഈച്ച് ഗ്രേഡ് ഓഫ് എംപ്ലോയീസ്. കണ്ടോ? ഈ മോഡലിൽ ഈ അപ്രോച്ചിൽ പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് എന്തിനുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റ്, റിക്രൂട്ട് ചെയ്യാൻ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ട്, ട്രെയിനിങ്, ഡെവലപ്മെന്റ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട ആ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് അക്യുമുലേറ്റഡ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും എവറി ഇയർ ഫോർ ഈച്ച് ഗ്രേഡ് ഓഫ് എംപ്ലോയി എന്ന് പറയുന്നത്. അത് അപ്പോൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നോട് പറയുന്നുണ്ട്. എംപ്ലോയി ഓഫ് എൻ ഓർഗനൈസേഷൻ ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ ദെയർ ഹൈറാർക്കിക്കൽ പൊസിഷൻ. കണ്ടോ? അപ്പോൾ അവരുടെ പൊസിഷനെ ബേസ് ചെയ്തിട്ട് അവർ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. ആരെയാണ്? എംപ്ലോയീസിനെ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ എംപ്ലോയീസിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായിട്ട് നമ്മൾ പൊസിഷൻ അനുസരിച്ച് ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. എന്നിട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് ഫിക്സഡ് ഫോർ ഈച്ച് കാറ്റഗറി ഓഫ് എംപ്ലോയി. ഓരോ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ഓരോ കാറ്റഗറിയിലുള്ള എംപ്ലോയീസിനെ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നു. ആൻഡ് ദയർ വാല്യൂ ഈസ് കാൽക്കുലേറ്റഡ്. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ മെത്തേഡാണ്. എന്നിട്ട് അതാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ആക്ച്വൽ അല്ല, നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത മെത്തേഡ്, 5ാമത്തെ മെത്തേഡ് പറയുന്നത് റിട്ടേൺ ഓൺ എഫർട്ട് എംപ്ലോയിഡ് മെത്തേഡ്. റിട്ടേൺ ഓൺ എഫർട്ട് എംപ്ലോയിഡ് മെത്തേഡ്. ഇതിൽ എന്താ ചെയ്യുന്നത് നോക്കാം. അതായത് ഇറ്റ് ഇൻവോൾവ്സ് മെഷർമെന്റ് ഓഫ് ദ എഫർട്ട് എംപ്ലോയിഡ് ബൈ എംപ്ലോയീസ് ഓൺ ഡിഫറെന്റ് ഫങ്ഷൻസ്. കണ്ടോ? ഒരു എംപ്ലോയി പല ഫങ്ഷൻസും ചെയ്യുന്നുണ്ടാവും. ഓരോ ഫങ്ഷനിലും അയാൾ എംപ്ലോയ് ചെയ്യുന്ന എഫർട്ട് എത്ര എന്ന് മെഷർ ചെയ്യുന്നു. മനസ്സിലായോ? ഇപ്പോൾ ഒരു വ്യക്തി ജോലി ചെയ്യുമ്പോൾ പല ഡിപ്പാർട്ട്മെന്റിനും വേണ്ടി അല്ലെങ്കിൽ ബൈയിങ്, സെല്ലിങ്, മാനുഫാക്ചറിങ് അങ്ങനെ പല വർക്കിലും അയാൾ എൻഗേജ് ചെയ്തിട്ടുണ്ടാവും. ഓരോ വർക്കിലും അയാളുടെ എഫർട്ട് എത്ര അയാൾ എംപ്ലോയ് ചെയ്തു എന്ന് മെഷർ ചെയ്യുന്നു. മനസ്സിലായോ? ആൻഡ് ദെൻ computing the return on effort in terms of earning per unit of effort. കണ്ടോ? എന്നിട്ട് നമ്മൾ അതിന്റെ റിട്ടേൺ ഓൺ എഫർട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. റിട്ടേൺ ഓൺ എഫർട്ട് എങ്ങനെ കണ്ടുപിടിക്കണോ? ഏർണിംഗ് പെർ യൂണിറ്റ് ഓഫ് എഫർട്ട് ആയിട്ട് കണ്ടുപിടിക്കണം. ഒരു യൂണിറ്റ് എഫർട്ട് നമ്മൾ ഉപയോഗിച്ചാൽ എത്ര ഏർണിങ്സ് കിട്ടും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ എംപ്ലോയി ഒരു യൂണിറ്റ് വർക്ക് ഒരു എഫർട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര റിട്ടേൺ കിട്ടുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എംപ്ലോയിയുടെ വാല്യൂ ഫിക്സ് ചെയ്യുന്നത്. അതിനെയാണ് റിട്ടേൺ ഓൺ എഫർട്ട് എംപ്ലോയിഡ് മോഡൽ എന്ന് പറയുന്നത്. എത്ര എഫർട്ട് നമ്മൾ എംപ്ലോയ് ചെയ്തോ അതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിനെ ബേസ് ചെയ്തിട്ട് വാല്യൂ ഫിക്സ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് റിട്ടേൺ ഓൺ എഫർട്ട് എംപ്ലോയിഡ് മോഡൽ. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെ 5 മോഡലാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്കൊരു സെക്ഷനും കൂടിയുണ്ട്. എന്താണ്? പ്രസന്റ് വാല്യൂ മോഡൽസ് അഥവാ ഇക്കണോമിക് ബേസസ്, ഇക്കണോമിക് കോസ്റ്റ് ബേസിസിൽ, ഇക്കണോമിക് വാല്യൂ ബേസിസിലുള്ള മെത്തേഡും കൂടി പഠിക്കാണ്ട് അത് അടുത്ത സെക്ഷനായിട്ട് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ പ്രസന്റ് വാല്യൂ മെത്തേഡ് എന്നാണ് നെക്സ്റ്റ് മെത്തേഡിന്, അഥവാ ഇക്കണോമിക് ഓർ പ്രസന്റ് വാല്യൂ മെത്തേഡ് എന്നാണ് എന്നെ പറയാം. അത് അടുത്ത സെക്ഷനായിട്ട് പറയാം. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. വീഡിയോ മുഴുവൻ കാണണം. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.